താരിഫ് പ്രശ്നത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച പീറ്റർ നവറോയെ പിരിച്ചുവിടണമെന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇതാദ്യമായിട്ടാണ് ഏതെങ്കിലും ഇന്ത്യൻ സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ഈ ഹിന്ദു സംഘടനകളായ ഹിന്ദു പാക്ട്, അതുപോലെ തന്നെ AHAD, അമേരിക്കൻ ഹിന്ദുസ് എഗൻസ്റ്റ് ഡീഫമേഷൻ, ഈ രണ്ടെണ്ണമാണ് പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ പ്രകോപിപ്പിച്ച ഈ ഇന്ത്യ വളരെ അഹങ്കാരി രാഷ്ട്രമാണെന്നും അതുപോലെ തന്നെ യുക്രൈനിലെ യുദ്ധം മോഡിയുടെ യുദ്ധമാണെന്നും ഒക്കെ പറഞ്ഞ ആളാണ് പീറ്റർ നവറോ. അദ്ദേഹം ഡയറക്ടർ ഓഫ് ദ ഓഫീസ് ഓഫ് ട്രേഡ് ആൻഡ് മാനുഫാക്ചറിങ് പോളിസി, ആ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അതായത് ഒരു ട്രേഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ആ രീതിയിലേക്ക് വരുമെന്ന് തോന്നുന്നു. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾ ഹിന്ദുമതത്തെ ആക്ഷേപിക്കുന്നതും ഹിന്ദുക്കളെയെല്ലാം അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് എണ്ണ വില കുറച്ച് വാങ്ങിക്കൊണ്ടുവന്ന് ഇത് ഇവിടെ വില കൂട്ടി വിൽക്കുന്നു, ശുദ്ധീകരിച്ച് വില കൂട്ടി വിൽക്കുന്നു. അതുകൊണ്ട് ഗുണം കിട്ടുന്നത് ബ്രാഹ്മണർക്കാണ് എന്ന് പറഞ്ഞാൽ ഉന്നത ജാതിക്കാർക്കാണ് കിട്ടുന്നതെന്ന്. അപ്പം ബ്രാഹ്മണരല്ല, അദാനിയും അംബാനിയാണ് എണ്ണ ശുദ്ധീകരിച്ച് വിൽക്കുന്നത്. അവരാരും ബ്രാഹ്മണരല്ല. പക്ഷേ അത് ഇങ്ങേർക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോഡി കാവി വസ്ത്രം ധരിച്ച് ധ്യാനത്തിലിരിക്കുന്ന പടം അദ്ദേഹം കാണിക്കുകയുണ്ടായി. അതായത് ഇന്ത്യയുടെ സ്പിരിച്വാലിറ്റി, ഇന്ത്യയുടെ ആത്മീയത വളരെ മോശപ്പെട്ടതാണെന്ന് കാണിക്കുന്നതിന് തുല്യമാണ് അതെന്നാണ് സംഘടനകൾ ആരോപിച്ചത്. അപ്പോൾ ഈ ബ്രാഹ്മണരുടെ കാര്യം പറഞ്ഞതിനെ പറ്റി ഈ കാസ്റ്റ് സിസ്റ്റം ഇന്ത്യൻ സമൂഹം ജാതി സമ്പ്രദായത്തിലൊക്കെ അടിശ്രിതമാണെന്നും അവിടെ അനീതിയും ഇനീക്വാലിറ്റിയും തുല്യതയില്ലാത്ത അവസ്ഥയുമാണ് നിലനിൽക്കുന്നതെന്നും വ്യംഗ്യമായിട്ട് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നുമാണ് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ സംഘടനകൾ അമേരിക്കയിലെ മിക്ക ഹിന്ദു സംഘടനകളും പറയുന്നത് ഈ ജാതി ഉണ്ടാക്കിയത് കൊളോണിയൽ ഇറായിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ജാതി ഹിന്ദുമതത്തിൻ്റെ ഭാഗമൊന്നുമല്ല എന്നാണ് സാധാരണയായിട്ട് ഇവരെ അവകാശപ്പെടാറ്. സത്യമതാണോ ഇല്ലയോ എന്ന് ഓരോരുത്തരും അവരുടെ യുക്തിക്കനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വേണം വ്യാഖ്യാനിക്കേണ്ടത്. എന്തായാലും ഈ പറയുന്ന പല സംഘടനകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് ജാതി സമ്പ്രദായം ഈ കൊളോണിയൽ ഈരായിലുണ്ടായതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇദ്ദേഹവും ആവർത്തിച്ചിരിക്കുന്നത്. അത് ഹിന്ദുമതത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഹിന്ദുമതത്തിൻ്റെ മെഡിറ്റേഷനെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്നു. അത് ശരിയായ കാര്യമല്ല, മതത്തെ ചോദ്യം ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ. അത് എന്ന് മാത്രമല്ല, ഈ രീതിയിലല്ല ഇനി ഹിന്ദു മതത്തിനെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല, ഇത് നയതന്ത്രപരമായിട്ടാണെങ്കിൽ കൂടി ഈ രീതിയിലല്ല കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ രീതിയിലല്ല, പരസ്യ പ്രസ്താവനകളിലൂടെ അപകീർത്തികരമായ പ്രസ്താവനകളിലൂടെയല്ല മുന്നോട്ട് പോകേണ്ടതെന്ന് അവർ ശക്തമായിട്ട് പറയുന്നു. വളരെ വ്യക്തമായ കാര്യം. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്തായാലും നവറോയെ പിരിച്ചുവിടണമെന്ന് അവർ ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതുവരെ ഇന്ത്യൻ സംഘടനകൾ കാര്യമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടില്ല. നേരെ മറിച്ച് കാലിഫോർണിയയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം റോ ഖന്ന പറഞ്ഞിരിക്കുന്നത് ഈ ട്രംപിന് വോട്ട് ചെയ്ത മിക്ക ഇന്ത്യക്കാരും ട്രംപിനാണ് വോട്ട് ചെയ്തതെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവരെങ്കിലും ഒരു ആത്മപരിശോധന നടത്തുകയും ട്രംപിൻ്റെ ഈ നിലപാടുകളെ ചോദ്യം ചെയ്യുകയും വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം പറഞ്ഞത്, ഇന്ത്യ നോബൽ സമ്മാനത്തിന് ട്രംപ് ഇടപെട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയതെന്നും അങ്ങനെ ട്രംപിനെ നോബൽ സമ്മാനത്തിന് ഇന്ത്യ കൂടി ശുപാർശ ചെയ്യാതിരുന്നതുമാണ് ഈ പ്രശ്നത്തിൻ്റെയൊക്കെ തുടക്കമെന്ന രീതിയിലാണ് റോ ഖന്നയൊക്കെ പറഞ്ഞത്. അത് എങ്ങനെയായിരുന്നാലും ഈ ഹിന്ദു സംഘടനകളുടെ വാദത്തിൽ വളരെയേറെ കഴമ്പുണ്ട്. കാരണം ഹിന്ദുമതത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ പീറ്റർ നവറോയ്ക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഹിന്ദുമതത്തിൻ്റെ ഈ കാസ്റ്റിൻ്റെ കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് വർത്തമാനത്തിൽ നമ്മൾ പറയും. പക്ഷേ അത് ക്ലാസ് റൂമിലും അല്ലെങ്കിൽ ജോലിസ്ഥലത്തും പൊതുസ്ഥലത്തും ഒക്കെ ആളുകളെ ഹിന്ദുക്കളെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ഒറ്റപ്പെടുത്താനും അവർക്കെതിരെ ശക്തമായ നടപടികൾക്ക് അവർക്കെതിരായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിനും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ, ഉന്നത തലങ്ങളിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ ഇടയാക്കും. സത്യമായിട്ടുള്ള കാര്യമാണ് അത്. ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാർക്കും അത് ബാധകമാണ്. കാരണം ഓരോരുത്തരും ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ എന്ന് നോക്കിയിട്ടല്ലല്ലോ ആളുകൾ പ്രതികരിക്കുന്നത്. ഇന്ത്യക്കാരാണെങ്കിൽ അവരെല്ലാം ഹിന്ദുക്കളാണെന്നുള്ളൊരു പൊതുധാരണയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്തായാലും ഈ സംഘടനകളെങ്കിലും ഈ പ്രതികരിച്ചത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ആ പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം ഒരു ആർജവം കാണിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇന്നിപ്പോൾ പുതിയ ഡെവലപ്മെൻറ്റ് കണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ പോയ ഈ കോൺഗ്രസ് അംഗം ബ്രയൻ കിർക്ക്പാട്രിക് ഫിറ്റ്സ്ജെറാൾഡ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്,
ഇന്ത്യയൊക്കെ എണ്ണ വാങ്ങുന്നത് കുറച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് എണ്ണ വാങ്ങുന്നത് കുറച്ചുകൊണ്ടിരിക്കുന്ന, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സത്യമാണെങ്കിൽ ഇന്ത്യയിലും ഒരു റീതിങ്കിങ്, ഒരു പുനർവിചിന്തനം ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അതേസമയം തന്നെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുന്നു. അത് നല്ല കാര്യമാണ്. പക്ഷേ വേറൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ ചൈന നിലനിൽക്കുന്നത് അമേരിക്ക ഉള്ളതുകൊണ്ടാണ്. അമേരിക്കയിൽ നിന്നുള്ള ടെക്നോളജി അത് മുഴുവൻ ഊറ്റിയെടുക്കുക. ഇവിടെ വരുന്ന പിള്ളേർ മുഴുവൻ ഇവിടുത്തെ ടെക്നോളജി മുഴുവൻ പഠിച്ചിട്ട് തിരിച്ച് ചൈനയിൽ പോയിട്ട് അതേ കാര്യങ്ങൾ തന്നെ അതേ രീതിയിൽ ഉണ്ടാക്കും. അതാണ് അവിടെ നടക്കുന്നത്. ചൈന ആ രീതിയിലാണ് വിജയിച്ച് മുന്നോട്ട് വരുന്നത്. ഇവിടെ എന്തുണ്ടാക്കിയാൽ അത് അവിടെയും വരും. കാരണം ഇവിടെ വന്ന് ഇവരെല്ലാം അത് പഠിച്ചെടുത്തുകൊണ്ട് പോകും. നേരെ മറിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും അമേരിക്കയിൽ തങ്ങാനാണ് നോക്കുന്നത്. തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല. അപ്പം ഈ വളർച്ച ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്, ഇന്ത്യൻ സ്റ്റുഡൻസ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസ് വന്ന് ഇവിടുന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് അവിടെ പോയി ഇന്ത്യയിൽ പോയി അവയെല്ലാം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് ഇന്ത്യയെ വലിയ തോതിൽ മെച്ചപ്പെടുത്താൻ ഉപകരിക്കും. പക്ഷേ അവർ അമേരിക്ക തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു. ചൈനക്കാർ നേരെ തിരിച്ചും. അതാണൊരു പ്രധാനപ്പെട്ട വ്യത്യാസം. അതേസമയം തന്നെ അമേരിക്കയിൽ ചൈനയുടെ സാധനങ്ങൾ വിറ്റില്ലെങ്കിൽ ചൈനയ്ക്ക് എവിടെ നിന്നായി പൈസ കിട്ടാൻ പോകുന്നത്? ഇന്ത്യയിൽ വിറ്റാൽ രൂപയായിട്ട് ആ ചെറിയ വരുമാനമാകും കിട്ടുക. നേരെ മറിച്ച് അമേരിക്കയിൽ വിറ്റാൽ അത് ഡോളർ കണക്കിന് അങ്ങോട്ട് ആ തുക കിട്ടും. അപ്പോൾ ആ വ്യത്യാസം വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചൈനയൊന്നും നമ്മൾ ഒത്തിരിയൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ചൈന വലിയ രാജ്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ അമിതമായി അവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതും ശരിയാണെന്ന് തോന്നുന്നില്ല. അതേസമയം തന്നെ അമേരിക്കൻ നിലപാടുകൾ എന്നും ഒരേ നിലപാടുകളാവണമെന്നില്ലല്ലോ, മാറ്റങ്ങളും ഉണ്ടാവും. ഇപ്പം തന്നെ ഈ പല രീതിയിലും ഇന്ത്യയെ വെറുപ്പിച്ച് വിടേണ്ടതില്ല. 10-20-25 വർഷമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ഉറ്റബന്ധം തുടരുന്നതാണ്. അത് പെട്ടെന്ന് ആ ബന്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിൽ അമേരിക്കയ്ക്കൊരു ശക്തി ബന്ധുവില്ല എന്നുള്ളൊരു സ്ഥിതി വരും എന്ന് പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഔദ്യോഗിക തലത്തിലും മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയും കടുംപിടുത്തത്തിന് പോകേണ്ട കാര്യമില്ല. ഈ റഷ്യയിൽ നിന്ന് നമ്മൾ ഈ 17 ബില്യൺ 2 വർഷം കൊണ്ട് 2-2.5 വർഷം കൊണ്ട് എണ്ണ ഇറക്കുമതി ചെയ്താണ്ട് 17 ബില്യൻ്റെ ലാഭം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ താരിഫ് കൂട്ടിയാൽ നമ്മുടെ അതിൻ്റെ എത്രയോ ഇരട്ടി നഷ്ടമാണ് നമുക്ക് വരാൻ പോകുന്നത് താരിഫ് കൂട്ടിയതോടുകൂടി. ഇപ്പം പ്രധാനമായിട്ട് ഇന്ത്യ 86 ബില്യൻ്റെ സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ. നേരെ മറിച്ച് അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന 37 ബില്യൻ്റെ സാധനങ്ങളെ വാങ്ങുന്നുള്ളൂ. ഇതാണ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്, ഈ വ്യത്യാസം. അതായത് ഇവിടെ നിന്നും വാങ്ങില്ല, ഇവിടെ കൊണ്ടൊന്ന് വിറ്റഴിക്കും, പക്ഷേ ഇവിടെ നിന്നും വാങ്ങുകയില്ല. ഈ സൈനിക സാമഗ്രികൾ വാങ്ങുന്നതും മറ്റെല്ലാ കാര്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്നാണ്, റഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമാണ് വാങ്ങുന്നത്. അപ്പോൾ ഇന്ത്യയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും താരിഫ് ഒഴിവാക്കി കൊടുക്കാനാവില്ല. അതേസമയം തന്നെ ഒഴിവാക്കാവുന്ന മേഖലകളുണ്ട്. അപ്പോൾ സഹകരിച്ച് പോകാനായിട്ട് ചർച്ചകളിലൂടെയൊക്കെ സഹകരിച്ച് പോകാനുള്ള ഒരു നിലപാടാണ് ഇന്ത്യ ഉണ്ടാക്കേണ്ടത് എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഹിന്ദു സംഘടനകൾ ഈ പ്രതികരണവുമായി വന്നതിന് നല്ലൊരു കാര്യം തന്നെയാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് 1 ബില്യൺ ഇന്ത്യക്കാർ 1 ബില്യൺ ഹിന്ദുക്കൾ ഇന്ത്യയിലുണ്ട്. ഇവിടെ തന്നെ 50 ലക്ഷം ഹിന്ദുക്കളുണ്ട്. ഇന്ത്യക്കാരും ഹിന്ദുക്കളും എല്ലാം കൂടി 50 ലക്ഷം പേരുണ്ട്. അപ്പോൾ അവരെയെല്ലാം ബാധിക്കുന്ന കാര്യമാണ് ഇദ്ദേഹം ആക്ഷേപകരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് നയതന്ത്രവുമല്ല, അതേസമയം തന്നെ അപകീർത്തികരവുമാണെന്നാണ് സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് സധൈര്യം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതൊരു മാറ്റം തന്നെ. എന്തായാലും വരും ദിനങ്ങളിൽ ഈ മാറ്റങ്ങൾ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് പകരം ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടാവേണ്ടത്. അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും.